ശാരദാമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാവേ. ദേ കണ്ട, ഇത് എനിക്ക് കിട്ടിയ മൊമെന്റോയാ. ആഹാ, കൊള്ളാലോ. അമ്മ വന്നില്ലേ ശാരദാമ്മേ? ഇല്ല മോളെ, ഓഫീസിൽ തിരക്കുണ്ടാവും. ഷോ, അച്ഛൻ പോവാൻ ധൃതി കൂട്ടുവാ. അമ്മ വന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് എടുക്കായിരുന്നു. ഇനി ആരെങ്കിലും ഒക്കെ അച്ഛനില്ലാത്ത കൊച്ചെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാലോ, ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ എന്ന്. മോളെ, അതൊക്കെ പിന്നെ ഒരു ദിവസമാകാം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും താമസിച്ച അച്ഛൻ ഓഫീസില് അച്ഛന്റെ പൊന്നു മോളല്ലേ, അച്ഛൻ പോയിട്ട് വരാം. ശരിയാ, തിരക്കുണ്ടെങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. അച്ഛൻ ഇനിയും വരുമല്ലോ, അപ്പൊ അമ്മയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അതല്ല, കുറച്ചു നേരം കൂടി നിക്കച്ചാ. അമ്മ ഇപ്പൊ വരും, എന്തായാലും അച്ഛൻ വന്നതല്ലേ. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങിട്ടൊക്കെ പോവാ അച്ഛാ. സത്യമോളുടെ കുറെ നാളത്തെ ആഗ്രഹങ്ങളാ അതൊക്കെ. അച്ഛൻ വന്നിട്ട് ഓരോന്നോരോന്നായി ചെയ്യാന്ന് വെച്ചിരിക്കുകയായിരുന്നു. മോളെയും കൊണ്ട് പുറത്തു പോകണമെന്നും റെസ്റ്റോറന്റിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കണമെന്നൊക്കെ അച്ഛന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിപ്പോ ഒന്നും സാധിക്കുന്നില്ലല്ലോ അച്ഛൻ്റെ ഈ തിരക്ക് കാരണം. കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ ലീവ് ചോദിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. എന്നിട്ട് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് സത്യമോള് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോവും. പാർക്കില്, ബീച്ചില്, വെള്ളച്ചാട്ടം കാണാൻ പോണം, പിന്നെ സൂയില്. അതെ, വെള്ളച്ചാട്ടം, സൂയില്, അങ്ങനെ കറങ്ങാവുന്ന സകലമാന സ്ഥലത്തും നമ്മൾ പോവും. പക്ഷെ അത് അടുത്ത പ്രാവശ്യം എടുക്കുന്ന ഒരു ലോങ് ലീവിലെ പറ്റൂ. സത്യമാണോ ഈ പറയുന്നതൊക്കെ? പിന്നെ സത്യമല്ലാതെ. ഇപ്പൊ തന്നെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ലേ, അതുപോലെ അന്നും വരും. പറ്റില്ല മോളെ, അച്ഛൻ പറഞ്ഞില്ലേ, അടുത്ത ലീവിന് വരുമ്പോ അച്ഛൻ സത്യമോളോടൊപ്പം ഒരാഴ്ച നിൽക്കാം. ആ ഒരാഴ്ചയും നമ്മൾ ടൂറിലായിരിക്കും. അമ്മയും കൂട്ടാം. ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോകൂല? ശാരദാമ്മയും പോന്നോട്ടെ അച്ഛാ, പാവല്ലേ. ആ ഓക്കെ, എങ്കിൽ ശാരദാമ്മയും കൂട്ടാം. പക്ഷേ ഇപ്പൊ എന്റെ മോള് നല്ല കുട്ടിയായിട്ട് അകത്ത് പോണം. അച്ഛൻ പോയിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട, മോള് പോ. മോളെ കണ്ടുകൊണ്ട് പോയാ അച്ഛന് സങ്കടമാവും, അതുകൊണ്ട് ചെല്ല. ശരി, എന്നാ സത്യമോക്കൊരു ഉമ്മതാ. മോളെ, മാപ്പ്. ഈ കുരുന്ന് മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. അച്ഛൻ കരയുവാണോ? ഇല്ല, അത് എന്തോ പൊടി പോയതാ. കണ്ണിൽ ഊതി തരണോ അച്ഛാ? വേണ്ട, മോള് പൊയ്ക്കോ. ഈ കണ്ണുനീരിൽ അത് പൊയ്ക്കോളൂ. ഒരാഴ്ച ലീവ് എടുത്ത് വരണേ. ഡെഫിനറ്റ് ആയിട്ട് വരും. Done. വിളിക്കണം കേട്ടോ അച്ഛാ? വിളിക്കാം മോളെ. വേഗം ഡ്രസ്സ് മാറും മോളെ. സത്യയുടെ അച്ഛൻ വന്ന് വിവരം അറിഞ്ഞ ഏതു നിമിഷം അവരിങ്ങെത്തും.
അതൊക്കെ എനിക്കും അറിയാം അമ്മേ. പക്ഷെ സത്യം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പിന്നെ സത്യാമ്മയും വിഷ്ണുവും വന്നാ നീ തർക്കിക്കാനൊന്നും നിൽക്കല്ലേ. നടന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു അച്ഛൻ ഭൂമിയിൽ ഒരിടത്തും ഇല്ലെന്ന് വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. അമ്മേ, ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അച്ഛൻ വരുന്ന പ്രതീക്ഷയിൽ നിൽക്കുക സത്യമോള്. പക്ഷെ ആ മുഖത്ത് നോക്കി ഇനി ഈ വേഷം കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ലമ്മേ.